ഹലോ അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബറാത്തിന് നമ്മൾ കണ്ണൂക്കാരുണ്ടാക്കുന്ന സ്പെഷ്യലായിട്ടുള്ള ചക്കരച്ചോറിൻ്റെ റെസിപ്പിയാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. ഗോതമ്പ് പായസമെന്ന് ഇതിന് പറയും, ചക്കരച്ചോറെന്നും പറയും. നല്ല സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ മുഴുവനായിട്ട് കാണുക. സിമ്പിളായിട്ട് നമുക്കിത് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. നമുക്ക് ആദ്യം വേണ്ടത് കുത്തിയ ഗോതമ്പാണ്. കുത്തിയ ഗോതമ്പ് നമ്മുടെ നാട്ടിലെല്ലായിടത്തും അവൈലബിൾ ആണ്. ചോദിച്ചാൽ കിട്ടും. പക്ഷേ നമ്മളെ ഗൾഫുകാർക്ക് കിട്ടാനുള്ള ചാൻസ് കുറവാണ്. അഥവാ നിങ്ങൾക്ക് ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ വെള്ള ഗോതമ്പില്ല, ചെറിയ ഗോതമ്പ്, അതെടുത്താലും മതി. പായസത്തിന് അതേ ടേസ്റ്റൊക്കെ ഉണ്ടാവും. ഇത് നമുക്ക് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു 3 മണിക്കൂർ കുതിർത്ത് വെക്കണം. എന്നാലേ കുക്കറിൽ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് ഒരു 8-10 വിസിലുകൊണ്ട് ഇത് വേവിച്ചിട്ടെടുക്കുക. കൂടുതൽ വെന്തിട്ട് കുഴഞ്ഞു പോകരുത്. അപ്പോൾ നമ്മൾ ഗോതമ്പ് വെന്തതിന് ശേഷം കുറച്ച് വലിയൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്കിനി കടലപ്പരിപ്പ് വേവിക്കണം. 1 കപ്പ് ഗോതമ്പിന് 1/2 കപ്പ് കടലപ്പരിപ്പ് എന്നുള്ള രീതിയിലാണ് എടുക്കേണ്ടത്. ഇതിലും ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് ഒരു 1-2 വിസിലുകൊണ്ട് ഇത് വേവിച്ചിട്ടെടുക്കുക. ഇതും വെന്ത് കുഴഞ്ഞു പോകരുത്. നമ്മൾ പായസം കുടിക്കുന്ന സമയത്ത് ഇത് കടിക്കാൻ വേണ്ടിയിട്ട് കിട്ടണം. അങ്ങനെ വെന്ത കടലപ്പരിപ്പും കൂടി ഈ നമ്മുടെ ഗോതമ്പിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് തേങ്ങയുടെ 2ാം പാലാണ്. ഞാനിപ്പം ഇതിന് ഏകദേശം 1 കപ്പ് ഗോതമ്പിന് 1.5 തേങ്ങേൻ്റെ പാലാണ് എടുത്തത്. അപ്പോൾ ആദ്യത്തെ നല്ല മുഴുത്ത പാൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ 2ാം പാലാണ്. 2ാം പാൽ ചേർത്തിട്ട് നല്ലോണം ഇളക്കിയതിന് ശേഷം അടുപ്പിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ലോ മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് ചെയ്യാൻ. വലിയ തീയിലിട്ട് ചെയ്യേണ്ട, കാരണം തിളച്ചിട്ട് അങ്ങ് മറിയാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി കൊടുക്കുകയും കൂടി ചെയ്യണം. ഒരു 20 അരമണിക്കൂർ ഈ തേങ്ങാപ്പാലിൽ ഈ ഗോതമ്പും ഈ പരിപ്പൊക്കെ ഒന്ന് ചെറിയ തീയിലൊന്ന് വെന്തോട്ടെ, കാരണം നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. നല്ലോണം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഞാനിത് ലോ ഫ്ലെയിമിലാണ് ചെയ്തത്. ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി കൊടുക്കുകയും കൂടി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 20-25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം ഒന്നും ഇത് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങൻ്റെ 1ാം പാൽ ചേർത്ത് കൊടുക്കണം. തേങ്ങാപ്പാൽ എടുക്കുന്നതൊന്നും ഞാൻ കാണിക്കാത്തത് വീഡിയോൻ്റെ ലെങ്ത്ത് കൂടുമെന്ന് വിചാരിച്ചിട്ടാണ്. അതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ നമുക്ക് തേങ്ങൻ്റെ 1ാം പാൽ ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഓരോരാളുടെ ടേസ്റ്റ് അനുസരിച്ച് കൂട്ടിയ കുറക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ എന്നാലും ഇതിനൊരു ലൈറ്റ് മധുരവും ഒരു ബാലൻസ് ചെയ്യുന്ന ഉപ്പാണ് ഇതിൻ്റെ ടേസ്റ്റ്. ഉപ്പും കൂടരുത്, പഞ്ചസാരയും കൂടരുത്. 1 ടീസ്പൂണ് ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തുടരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഒന്ന് തിളച്ച് വരുമ്പോഴേക്ക് നമുക്ക് ഇത് ഫ്ലെയിം ഓഫ് ചെയ്യണം. ഇങ്ങനെ ഇതേപോലെ ഒരു ലൂസായി ഇരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് പിന്നെ അത് തണുക്കുന്ന സമയത്ത് ഒന്ന് കുറുകി വന്നോളും. പഞ്ചസാര കുറച്ച് കുറവായി തോന്നി ഞാൻ പിന്നെയും കുറച്ചും കൂടി പഞ്ചസാര ചേർക്കുന്നുണ്ട്. തുടരെ ഇളക്കിയിട്ട് ഒന്ന് തിളപ്പിക്കുക. ജസ്റ്റ് ഒന്ന് തിള വരുമ്പം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ചിലയിടത്തൊക്കെ ചക്കരച്ചോറ് എന്ന് പറയുമ്പം അതിൽ ശർക്കരയൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കൽ. പക്ഷേ ഇത് നമ്മൾ കണ്ണൂക്കാർ ബറാത്തിന് ഉണ്ടാക്കുന്ന സ്പെഷ്യലാണ്. ഇങ്ങനെയാണ് നാടൻ സ്റ്റൈൽ ഉണ്ടാക്കൽ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷും കൂടിയാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കുക. കണ്ട കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇതൊന്ന് കുറുകി വന്നിട്ടുണ്ട്. പിന്നെ പിറ്റേ ദിവസം അതിൻ്റെ ഒരു 2-3 ദിവസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാലും പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് കൂടുകയും ചെയ്യും, കുറയൂല. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, അതിനുള്ള ഉത്തരം പറയുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബും ചെയ്യുക. പുതിയ വീഡിയോ വിശേഷമായി ഇൻഷാ അല്ലാഹ് വീണ്ടും വരാം. അതുവരെയും ബൈ.